നമസ്കാരം. തേർഡ് വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. സർവ്വതും നഷ്ടപ്പെട്ടവരെ കൈയൊഴിഞ്ഞ് കേന്ദ്രം. ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട മുണ്ടക്കൈ ചൂരൽമലക്കാരെ കൈയൊഴിഞ്ഞ് കേന്ദ്രം. ഇവരുടെ ബാങ്ക് വായ്പ എഴുതി തള്ളില്ല. പകരം 1 വർഷത്തെ മൊറട്ടോറിയം നൽകും. മുതലും പലിശയും പുനഃക്രമീകരിക്കും. ഹൈക്കോടതിയിലാണ് നിലപാട് അറിയിച്ചത്. ഭൂമിയും സമ്പാദ്യവും നഷ്ടപ്പെട്ടവർ എന്തു ചെയ്യുമെന്ന് ചോദിച്ച കോടതി കേന്ദ്ര നിലപാടിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. വായ്പകൾ എഴുതിത്തള്ളുന്ന കീഴ്വഴക്കമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി ശുപാർശ ഇപ്രകാരമാണെന്ന് കേന്ദ്രത്തിനു വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ARL സുന്ദരേശൻ അറിയിച്ചു. റിസർവ് ബാങ്ക് മാനദണ്ഡം അനുസരിച്ചാണ് മൊറട്ടോറിയം. വായ്പയിൽ ബാക്കിയുള്ള തുകയും പലിശയും പുതിയ വായ്പയായി കണക്കാക്കും. അടുത്ത തവണയും ഇടതുപക്ഷം തന്നെ ഭരിക്കുമെന്ന് വെള്ളാപ്പള്ളി. കേരളത്തിൽ അടുത്ത തവണയും ഇടതുപക്ഷം അധികാരത്തിൽ വരാനാണ് സാധ്യത എന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അത് ഇടതുപക്ഷത്തിന്റെ ഗുണം കൊണ്ടല്ല, UDFന്റെ ദോഷം കൊണ്ടാണ്. കോൺഗ്രസിൽ യോജിപ്പില്ല. 5 പേർ മുഖ്യമന്ത്രിയാകാൻ തയ്യാറെടുത്തിരിക്കുകയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. മംഗലത്ത് കോണം കാട്ടുനട ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ തൂക്കമഹോത്സവം ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ബോർഡ് വായിക്കണമെങ്കിൽ തല കുത്തി നിൽക്കണം. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ നിന്നും ജനറൽ ഹോസ്പിറ്റൽ റോഡിൽ സെന്റ് ജോസഫ് സ്കൂളിന് മുന്നിലായി ഇങ്ങനെ ഒരു ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് വവ്വാലുകൾ വായിക്കട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണോ? കഴിഞ്ഞ ദിവസം സ്മാർട്ട് സിറ്റിയും കേരള റോഡ് ഫണ്ട് ബോർഡും ചേർന്ന് സ്ഥാപിച്ച വിചിത്രമായ ബോർഡാണിത്. ഭാഷ അറിയാത്തവർക്ക് ഇത്തരം ജോലി കൊടുത്താൽ ഇങ്ങനെയിരിക്കും. നിരാഹാര സമരത്തെ തുടർന്ന് 2 ആശമാരെ ആശുപത്രിയിലേക്ക് മാറ്റി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 7 ദിവസമായി നിരാഹാര സമരം നടത്തുന്ന 2 ആശാവർക്കർമാരെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദു, KP തങ്കമണി എന്നിവരെയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇരുവരുടെയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അപകടകരമാം വിധം താഴുന്നതിനെ തുടർന്നാണിത്. ബിന്ദുവിന് പകരം പുത്തൻതോപ്പ് CHCയിലെ ആശാവർക്കർ ബീന പീറ്റർ, തങ്കമണിക്ക് പകരം പാലോട് FHCയിലെ SS അനിതകുമാരി എന്നിവർ നിരാഹാര സമരം തുടങ്ങി. നിയമനത്തിന് ഇനി പുതിയ മാനദണ്ഡങ്ങൾ. ജീവനക്കാരൻ മരിക്കുന്ന തീയതിയിൽ 13 വയസ്സോ അതിനു മുകളിലോ പ്രായമുണ്ടെങ്കിൽ മാത്രമാണ് ആശ്രിത നിയമനത്തിന് അർഹത എന്ന് മന്ത്രിസഭ അംഗീകരിച്ച മാനദണ്ഡത്തിൽ പറയുന്നു. അപേക്ഷകൻ 18 വയസ്സോ അതിനു മുകളിലോ ഉള്ളയാളാണെങ്കിൽ ജീവനക്കാരൻ മരിച്ച തീയതി മുതൽ 3 വർഷത്തിനകവും, 18 വയസ്സിന് താഴെയുള്ള ആളാണെങ്കിൽ 18 വയസ്സ് പൂർത്തിയായി 3 വർഷത്തിനകവും അപേക്ഷിക്കണം. വിധവ, വിഭാര്യൻ, മകൻ, മകൾ, ദത്തെടുത്ത മകൻ, മകൾ, അവിവാഹിതരായ ജീവനക്കാരെങ്കിൽ അച്ഛൻ, അമ്മ, അവിവാഹിതരായ സഹോദരി, സഹോദരൻ എന്നീ മുൻഗണനാക്രമത്തിൽ നിയമനത്തിന് അർഹതയുണ്ട്. ആശ്രിതർ തമ്മിൽ അഭിപ്രായ സമന്വയമുണ്ടെങ്കിൽ അപ്രകാരവും, അല്ലാത്ത പക്ഷം മുൻഗണനാക്രമത്തിലും നിയമനം നൽകും. ആശ്രിതരാണെന്ന് തഹസിൽദാരുടെ സർട്ടിഫിക്കറ്റ് അപേക്ഷയ്ക്കൊപ്പം ഹാജരാക്കണം. ഇവയൊക്കെയാണ് പുതിയ മാനദണ്ഡം. 16 ജീവനക്കാരുടെ സസ്പെൻഷൻ പിൻവലിച്ചു. ക്ഷേമ പെൻഷൻ തട്ടിയെടുത്ത 16 സർക്കാർ ജീവനക്കാരുടെ സസ്പെൻഷനാണ് പിൻവലിച്ചത്. തട്ടിയെടുത്ത തുക 18% പലിശ സഹിതം തിരിച്ചടച്ച റവന്യൂ വകുപ്പിലെ ജീവനക്കാരാണിവർ. റവന്യൂ വകുപ്പിൽ 38 ജീവനക്കാരെയാണ് ഡിസംബർ 26-ന് സസ്പെൻഷൻ നൽകിയത്. ഇതിൽ 18 പേരുടെ സസ്പെൻഷനാണ് നിലവിൽ പിൻവലിച്ചിരിക്കുന്നത്. ഏപ്രിൽ 1-ന് ശബരിമല നട തുറക്കും. പൈങ്കിനിയുത്ര ഉത്സവത്തിനും വിഷു മഹോത്സവത്തിനും മേടമാസ പൂജകൾക്കുമായി ഏപ്രിൽ 1-ന് ശബരിമല നട തുറക്കും. ശേഷം 18-ന് നടയടയ്ക്കും. തുടർച്ചയായി 18 ദിവസമാണ് നട തുറന്നിരിക്കുക. 2-ന് രാവിലെ 9:45-നും 10:45-നും മധ്യേ തന്ത്രി കണ്ഠരര് രാജീവര്, മകൻ കണ്ഠരര് ബ്രഹ്മദത്തൻ, മേൽശാന്തി S അരുൺകുമാർ നമ്പൂതിരി എന്നിവർ ചേർന്ന് ഉത്സവത്തിന് കൊടിയേറ്റു. പുതിയ മത്സ്യബന്ധന തുറമുഖത്തിന് അനുമതി. വിഴിഞ്ഞത്ത് പുതിയ മത്സ്യബന്ധന തുറമുഖം വികസിപ്പിക്കുന്നതിനുള്ള 271 കോടിയുടെ പദ്ധതി നടപ്പാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ കരാറിന്റെ ഭാഗമായ മത്സ്യബന്ധന തുറമുഖമാണ് ഒടുവിൽ യാഥാർത്ഥ്യമാവുന്നത്. വിഴിഞ്ഞത്ത് നിലവിലുള്ള മത്സ്യബന്ധന തുറമുഖത്തിന്റെ പ്രവേശന കവാടത്തിൽ സന്തുലിതാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനുള്ള ബ്രേക്ക് വാട്ടർ നിർമ്മിക്കും. 2 പാക്കേജുകളായി ഇത് നടപ്പിലാക്കാനാണ് തീരുമാനം. വിഴിഞ്ഞത്തെ നിലവിലെ മീൻപിടുത്ത തുറമുഖത്തിനും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനും ഇടയിലുള്ള വലിയ കടപ്പുറത്താണ് തുറമുഖം വരുന്നത്. വമ്പൻ മത്സ്യബന്ധന ബോട്ടുകൾക്കുൾപ്പെടെ അടുക്കാൻ പറ്റുന്ന രീതിയിൽ 500 മീറ്റർ നീളമുള്ള ബർത്ത് പദ്ധതിയുടെ ഭാഗമായി വരും. കുട്ടി ഡ്രൈവർമാർ ശ്രദ്ധിക്കുക.
ലൈസൻസ് ഇല്ലാതെ വാഹനവുമായി റോഡിൽ പിടിവീണാൽ പിന്നെ 25 വയസ്സുവരെ ലൈസൻസിന് വേണ്ടി കാത്തിരിക്കണം. കുട്ടികൾ നിയമം ലംഘിച്ച് വാഹനം ഓടിച്ചതിന് പിടിയിലായാൽ പിന്നെ 25 വയസ്സ് തികഞ്ഞാലേ ലേണേഴ്സ് ലൈസൻസിന് യോഗ്യതയുണ്ടാവുകയുള്ളൂ എന്ന് മോട്ടോർ വാഹന വകുപ്പ്. മധ്യവേനൽ അവധിക്കായി വിദ്യാലയങ്ങൾ അടയ്ക്കുന്നതിനാൽ മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും മുതിർന്ന സുഹൃത്തുക്കളുടെയും ഒക്കെ പേരിലുള്ള വാഹനവുമായി കുട്ടി ഡ്രൈവർമാർ റോഡിലിറങ്ങാൻ സാധ്യത കൂടുതലാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നറിയിപ്പ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനങ്ങളുമായി റോഡിലിറങ്ങി അപകടത്തിൽപ്പെടുന്നതും മരിക്കുന്നതും കൂടി വരുന്നത് കണക്കിലെടുത്താണ് 2019 മോട്ടോർ വാഹന വകുപ്പ് പരിഷ്കരിച്ചപ്പോൾ കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ബാല ഡ്രൈവിംഗിന് ശിക്ഷ കടുപ്പിച്ചത്. വാഹനം ഓടിച്ച കുട്ടിക്ക് മാത്രമല്ല രക്ഷിതാവിനും ശിക്ഷ ലഭിക്കും. സൈബർ സുരക്ഷാ പദ്ധതിക്ക് അംഗീകാരം. സംസ്ഥാനത്തെ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട സമഗ്ര മാർഗരേഖയായ കേരള സെക്ടറൽ സൈബർ ക്രൈസിസ് മാനേജ്മെന്റ് പ്ലാൻ മന്ത്രിസഭ അംഗീകരിച്ചു. സൈബർ പ്രതിസന്ധികൾ നേരിടുന്നതിനും ദ്രുതഗതിയിൽ പ്രതികരിക്കുന്നതിനും ഏകോപനത്തിനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണ് സൈബർ ക്രൈസിസ് മാനേജ്മെന്റ് പ്ലാൻ ലക്ഷ്യമിടുന്നത്. ഇതിനായി ചീഫ് സെക്രട്ടറി അധ്യക്ഷയായി ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റിക്ക് രൂപം നൽകി. ഒരേ സിറിഞ്ചിൽ ലഹരി ഉപയോഗം, 9 പേർക്ക് HIV പോസിറ്റീവ്. മലപ്പുറം വളാഞ്ചേരിയിൽ 9 പേർ HIV പോസിറ്റീവ്. ഒരേ സിറിഞ്ചിലൂടെ ലഹരി ഉപയോഗിച്ചതിനാലാണ് രോഗവ്യാപനം ഉണ്ടായതെന്നാണ് സൂചന. രോഗം സ്ഥിരീകരിച്ച 9 പേരും സുഹൃത്തുക്കളാണ്. ആരോഗ്യ വകുപ്പ് നടത്തിയ സർവേയിലാണ് ഒരാൾക്ക് HIV ബാധയുള്ളതായി കണ്ടെത്തിയത്. പിന്നീട് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയപ്പോഴാണ് 9 പേർക്കും രോഗമുള്ളതായി സ്ഥിരീകരിച്ചത്. ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി കുത്തിവെച്ചതിനെ തുടർന്നാണ് സുഹൃത്തുക്കൾക്കിടയിൽ രോഗം പകർന്നതെന്ന് ആരോഗ്യ വകുപ്പിന്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി. 9 പേരും ലഹരി ഉപയോഗിക്കുന്നവരാണ്. ഇവരിൽ പലരും വിവാഹിതരാണെന്നും കൂടുതൽ പേർക്ക് രോഗം പകർന്നോ എന്ന് കണ്ടെത്താൻ പരിശോധന നടത്തി വരികയാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. കാരുണ്യ പ്ലസ് ലോട്ടറി ഫലം ഇന്ന്. ഭാഗ്യക്കുറി വകുപ്പിന്റെ കാരുണ്യ പ്ലസ് ലോട്ടറി നറുക്കെടുപ്പ് ഇന്ന്. 80 ലക്ഷം രൂപയാണ് കാരുണ്യ പ്ലസ് ഭാഗ്യക്കുറിയിലൂടെ ഒന്നാം സമ്മാനമായി ലഭിക്കുക. രണ്ടാം സമ്മാനം 10 ലക്ഷവും മൂന്നാം സമ്മാനം 12 ഭാഗ്യശാലികൾക്ക് 1 ലക്ഷം രൂപ വീതവും ലഭിക്കും. കാരുണ്യ പ്ലസ് ലോട്ടറിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്മാനം 5000 രൂപയിൽ കുറവാണെങ്കിൽ സംസ്ഥാനത്തെ ഏത് ലോട്ടറി കടയിൽ നിന്നും തുക സ്വന്തമാക്കാം. 5000 രൂപയിൽ കൂടുതലാണെങ്കിൽ തിരിച്ചറിയൽ രേഖയും ടിക്കറ്റും ലോട്ടറി ഓഫീസിലോ ബാങ്കിലോ ഏൽപ്പിക്കണം. 1 മാസത്തിനുള്ളിലാണ് ഇവ കൈമാറേണ്ടതുള്ളത്. കായിക ലോകം. മെസ്സി കേരളത്തിലെത്തുന്നു. ലയണൽ മെസ്സി ഉൾപ്പെടുന്ന അർജന്റീന ഫുട്ബോൾ ടീം ഒക്ടോബറിൽ കേരളത്തിലെത്തുന്നതിൽ നിർണായക നീക്കവുമായി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. ടീമിന്റെ ഇന്ത്യയിലെയും സിംഗപ്പൂരിലെയും മാർക്കറ്റിംഗ് പരിപാടികളുടെ സ്പോൺസറായി അന്താരാഷ്ട്ര ബാങ്കിംഗ് ശൃംഖലയായ HSBCയുമായി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കരാർ ഒപ്പിട്ടു. ഒക്ടോബറിൽ മെസ്സി ഉൾപ്പെടുന്ന അർജന്റീന ടീം ഇന്ത്യയിൽ അന്താരാഷ്ട്ര സൗഹൃദ മത്സരം കളിക്കുമെന്ന് AFA തലവൻ ക്ലോഡിയോ ടാപ്പിയ അറിയിച്ചു. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. കൂവപ്പൊടി നൽകും ആരോഗ്യം. മുതിർന്നവർക്കും കുട്ടികൾക്കുമെല്ലാം ഒരുപോലെ ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഭക്ഷണ വസ്തുവാണ് കൂവപ്പൊടി. കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം, ഫോസ്ഫറസ്, അയൺ, സിങ്ക്, സോഡിയം, വിറ്റാമിൻ A, വിറ്റാമിൻ C തുടങ്ങിയ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഗർഭകാലത്ത് വയറിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ പരിഹരിക്കുന്ന നല്ലൊരു പ്രതിവിധിയാണ് കൂവപ്പൊടി. പൊട്ടാസ്യം സമ്പുഷ്ടമായ കൂവ കിഡ്നിയുടെ ആരോഗ്യത്തിനും BP നിയന്ത്രിക്കാനും മികച്ചതാണ്. കാൽസ്യം സമ്പുഷ്ടമായതിനാൽ എല്ലുകളുടെ ആരോഗ്യത്തിനും മികച്ചതാണ്. ശരീരത്തെ തണുപ്പിക്കാനും ഉഷ്ണരോഗങ്ങളിൽ നിന്ന് രക്ഷിക്കാനും അപൂർവ കഴിവ് കൂവയ്ക്കുണ്ട്. തേർഡ് വിഷന്റെ ഇന്നത്തെ വാർത്തകളുടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.